ഗുഡ് മോർണിംഗ് ആൾ. നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ 2 സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ സ്റ്റീൽ ഡിസൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ സംസാരിക്കാൻ ആരംഭിച്ചു. എന്തിനാണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെ, ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കോമൺലി എവിടെയൊക്കെയാണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഓർത്തെടുത്തു, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ മെക്കാനിക്കലും ഫിസിക്കലുമായുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് IS കോഡിൽ IS 800/2007 നമ്മൾ സ്റ്റീൽ ഡിസൈനിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ IS കോഡിൽ എവിടെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സ്റ്റീൽ സെക്ഷൻസ് എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. ഏതൊക്കെ ടൈപ്പിലുള്ള സ്റ്റീൽ സെക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഏതൊക്കെ ഷേപ്പിലുള്ള സെക്ഷൻസ് മെമ്പേഴ്സ് നമുക്ക് ഒരു സ്ട്രക്ചറൽ സ്റ്റീലായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ പറയുന്നു, സ്റ്റീൽ ഈസ് റോൾ ടു എ റിക്വയർഡ് ഷേപ്പ് ഡ്യൂറിങ് ഫാബ്രിക്കേഷൻ. റോളിംഗ് ഓഫ് സ്റ്റീൽ എന്നാണ് പറയുന്നത്. സ്റ്റീൽ ഈസ് റോൾ ടു റിക്വയർഡ് ഷേപ്പ്. ആ റോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. റോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ മെമ്പർ ഉണ്ടാക്കുന്ന ആ പ്രൊസീജിയറാണ്. ത്രൂ റോളിംഗ് ആണ് നമ്മളത് ചെയ്യുക. അപ്പോൾ അങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നു എന്നതാണ് പറയുന്ന കാര്യം. അപ്പോൾ ഏതൊക്കെയാണ് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുള്ളത് തന്നെയായിരിക്കും. ഐ സെക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് നമ്മൾ ബീം സെക്ഷൻസ് എന്ന് പറയും. അതേപോലെ T സെക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ചാനൽ സെക്ഷൻസ്, ആംഗിൾ സെക്ഷൻസ് അല്ലെങ്കിൽ L സെക്ഷൻസ്. ആംഗിൾ സെക്ഷനാണ് L സെക്ഷനായിട്ട് നമ്മൾ പറയുക. അതേപോലെ സ്റ്റീൽ ബാർസ്, ട്യൂബ്സ്, പ്ലേറ്റ്, ഷീറ്റ്, സ്റ്റീൽ സ്ട്രിപ്സ്, അങ്ങനെ പല ഫോമിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചറൽ സ്റ്റീൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ റെഫർ ചെയ്യുക. സ്ട്രക്ചറൽ എഞ്ചിനീയർ ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ ടേബിളിലുമാണ് നമ്മളിതിൻ്റെ കാര്യങ്ങളെല്ലാം റെഫർ ചെയ്യുക. അപ്പോൾ സ്റ്റീൽ ടേബിളാണ് നമ്മളെ ഡിസൈനിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. സ്റ്റീൽ ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറൽ മെമ്പേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് ബുക്കാണ്. നമ്മൾ IS 800ൻ്റെ കൂടെ ഈ സ്റ്റീൽ ടേബിൾ എന്ന് പറയുന്ന ബുക്കും കൂടി നമ്മൾ ഉപയോഗിക്കും. ഓരോ ടൈപ്പ് മെമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കോമൺ സെക്ഷൻസ് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ T സെക്ഷൻസ് നമ്മൾ പറഞ്ഞു, L സെക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ സെക്ഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ HSS എന്ന് പറയുന്നത് ഹോളോ സ്റ്റീൽ സെക്ഷൻസിനാണ് പറയുന്നത്. ഹോളോ സെക്ഷൻസ് ഒരു സ്ക്വയർ സെക്ഷൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സർക്കുലറായിട്ടോ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ സെക്ഷൻസോ അങ്ങനെ പല ഫോമിൽ നമുക്ക് ഹോളോ സെക്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ I സെക്ഷൻസിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഫ്ലാഞ്ചും വെബ് എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു വെർട്ടിക്കലായിട്ടുള്ള ഭാഗത്തിന് നമ്മൾ വെബെന്നും ഹൊറിസോണ്ടലായിട്ട് മുകളിലും താഴത്തും വരുന്നതിനെ നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയും. അത് T സെക്ഷനിലും ആംഗിൾ സെക്ഷനിലും ചാനൽ സെക്ഷനിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫ്ലാഞ്ചും വെബും നമുക്കറിയാം. വൈഡ് ഫ്ലാഞ്ച് ആയിട്ടുള്ളതും ഒരു നോർമൽ I സെക്ഷൻ്റെയും ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാനൽ സെക്ഷൻ്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ എളുപ്പമുള്ള രീതിക്ക് എന്ത് ചെയ്യണം, ഈ സെക്ഷൻസൊക്കെ ഒന്ന് ബുക്കിലേക്ക് വരച്ച് വെക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. നമ്മളിനി ഓരോ ടൈപ്പ് സെക്ഷൻസ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾഡ് സ്റ്റീൽ I സെക്ഷൻസ്. നമ്മൾ പറഞ്ഞു റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് എന്നാണ് ഇതിനെ പറയുക. നമ്മൾ ത്രൂ റോളിംഗ് ആണിത് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. അപ്പോൾ റോൾ സ്റ്റീൽ സെക്ഷൻസ് ആണ് എല്ലാം. അതിൽ I സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കുറച്ച് പേരുകൾ എഴുതിയിട്ട് പരിചയപ്പെടാം. ഇതിൻ്റെ സീരീസ് നെയിമുകളാണ്. അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് ബേസ് ഒക്കെ ചെയ്തിട്ട് ഇതിനെ കുറച്ച് സീരീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സീരീസിൽ പെടുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് 5 ടൈപ്പാണ് I സെക്ഷൻ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേരുകൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്, അതിൻ്റെ സീരീസ് നെയിംസ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ISJB എന്നുള്ളതാണ്. എന്താണ് ISJBൻ്റെ ഫുള്ള് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീംസ്. നമ്മൾ പറഞ്ഞു I സെക്ഷൻസ് നമ്മൾ ബീം സെക്ഷൻസ് എന്നും പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പേര്. രണ്ടാമത്തത് ISLB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീംസ്. അടുത്തത് ISMB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീംസ്. അടുത്തത് ISWB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വൈഡ് ഫ്ലാഞ്ച് ബീംസ്. ISHB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ബീംസ്. ഇത്രയാണ് റോൾഡ് I സെക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ സീരീസ് നെയിമുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളൊരു I സെക്ഷനെ ഡെസിഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ
അല്ലെങ്കിൽ അതിൻ്റെ പേര് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സീരീസ് നെയിംസ് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ പോരാ. വേറെ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. അങ്ങനെയാണ് പറയുന്നത്, ദിസ് സെക്ഷൻസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ സീരീസ് ടു വിച്ച് ദേ ബിലോങ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സീരീസ് നെയിം ആദ്യം നമ്മൾ എഴുതണം. സീരീസ് ടു വിച്ച് ദേ ബിലോങ് ഫോളോഡ് ബൈ ഡെപ്ത്. അതിൻ്റെ കൂട്ടത്തിൽ ഡെപ്ത്, അതിൻ്റെ എത്ര ഡെപ്ത് ഉണ്ടോയെന്ന് എഴുതണം. ആൻഡ് വെയ്റ്റ് പെർ മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പേരിൽ ഉണ്ടാവുക. അതായത് സീരീസ് നെയിം കൊടുക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് കൊടുക്കണം, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ യൂണിറ്റ് ലെങ്ത്തിലുള്ള അതിൻ്റെ വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്ത് എത്രയെന്നുള്ളതും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു പേര് കാണുമ്പോൾ തന്നെ ഇത് മെമ്പർ ഉപയോഗിച്ചെന്ന് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ISMB 500.852 kN/m. ഇപ്പോൾ ഇതിന് നമുക്കറിയാം സീരീസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീമാണെന്ന് മനസ്സിലായി, ഡെപ്ത് 500 ആണെന്ന് മനസ്സിലായി. അതേപോലെ യൂണിറ്റ് ലെങ്ത്തിലുള്ള അതിൻ്റെ അല്ലെങ്കിൽ 1 മീറ്റർ ലെങ്ത്തിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0.852 kN ആണെന്നുള്ളതും കിട്ടി. ഓക്കെ, ഇത് താഴെ അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു ഐ സെക്ഷൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു റോൾഡ് സെക്ഷൻ്റെ. നമുക്കറിയാം, നോക്കുക കാണാം, ആ കോർണേഴ്സ് എല്ലാം കറക്റ്റ് പോയിൻറ്റഡ് ആയിട്ടല്ല കൊടുത്തിട്ടുണ്ടാവുക. റോൾഡ് സെക്ഷൻസ് അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ കാണുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഡെപ്ത് എന്താണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ താഴെ വരെയുള്ള അതിനാണ് നമ്മൾ അതിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുക. അപ്പോൾ അതാണ് നമ്മൾ ഡെസിഗ്നേഷനിൽ ചേർക്കുന്നൊരു സാധനം. അതേപോലെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് നമുക്ക് കാണാൻ പറ്റും. ടോപ്പിൽ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് TF എന്ന് നൊട്ടേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതേപോലെ തിക്നെസ് ഓഫ് വെബ് TW എന്ന് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലാഞ്ച് വിഡ്ത്ത് BF എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഡിസൈൻ പാരാമീറ്റേഴ്സായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഐ സെക്ഷൻ വരച്ചിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസൈൻ പാരാമീറ്റേഴ്സൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിന് പുറമെ ഫ്ലാഞ്ച് ഏതാണ്, വെബ് ഏതാണ്, ഹൊറിസോണ്ടൽ ഭാഗത്തിന് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയാം, വെർട്ടിക്കലായിട്ടുള്ളതിന് നമ്മൾ വെബ് എന്ന് പറയും. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആ ഫിഗർ വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു പ്രാക്ടിക്കലി ഉള്ളൊരു ഐ സെക്ഷൻ്റെ ഫിഗറാണ്, ഒരു ബീം സെക്ഷൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ബോട്ടത്തിലുള്ള ഒരു പീസാണ്. അതിൽ നമുക്ക് സെക്ഷൻ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഐ ഷേപ്പ് കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചിട്ടുള്ള ഉണ്ടാക്കിയൊരു സ്ട്രക്ചർ, ബീംസും അതായത് കോളംസും ഒക്കെ ആയിട്ട് ഐ സെക്ഷൻസാണ് അവിടെ ഉപയോഗിച്ചുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് റോഡ് സ്റ്റീൽ ചാനൽ സെക്ഷൻസാണ് നമ്മൾ കിടക്കുന്നത്. C സെക്ഷൻ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്കതിൻ്റെ സീരീസ് നെയിംസ് എങ്ങനെ കൊടുക്കാൻ എന്തൊക്കെയുള്ളത് നോക്കാം. ഒന്ന് ISJC ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ. രണ്ടാമത്തെ ISLC, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ചാനൽസ്. അടുത്ത ISMC, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം വെയ്റ്റ് ചാനൽസ്. അടുത്ത ISSC, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ചാനൽസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇതിന് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡെസിഗ്നേഷൻ ബീമിൻ്റെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഐ സെക്ഷൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ്. ISMC 300.351 kN/m അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെന്ത് മനസ്സിലാക്കാം നമുക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം വെയ്റ്റ് ചാനൽസ് ആണ്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 300 ആണ്. അതേമാതിരി യൂണിറ്റ് ലെങ്ത്ത് അല്ലെങ്കിൽ 1 മീറ്ററിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 0.351 kN ആണെന്നും നമുക്ക് മനസ്സിലാവും. താഴെ ചാനൽ സെക്ഷണൽ വ്യൂ കൊടുത്തിട്ടുണ്ട്, ഡെപ്ത് കാണിച്ചിട്ടുണ്ട് ഏതാണെന്നുള്ളത്. അതിൽ ഫ്ലാഞ്ച് വെബ് ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ജോയിൻറ്റിലെ കോർണറിനെ ഫില്ലറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ത്രോട്ടിംഗ് എന്നൊക്കെ നമ്മളതിനെ പറയും. അതായത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗറും അത് നോക്കുക, അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് റോൾഡ് സ്റ്റീൽ ചാനൽ സെക്ഷൻസ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ചാനൽ സെക്ഷൻസിന് പല സൈസിലുള്ള ചാനൽ സെക്ഷൻസിൻ്റെ ഒരു ഫിഗറാണ് ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ കൊടുത്തുള്ളത്. അത് ഉപയോഗിച്ചുള്ള വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നേ ബീം സെക്ഷൻസ് ഉപയോഗിച്ച അതേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചാനൽ സെക്ഷൻ ഉപയോഗിച്ചിട്ട് വർക്കുകൾ ചെയ്യാൻ സാധിക്കും. അടുത്ത ആംഗിൾ സെക്ഷൻസാണ് പറയുന്നത്. ആംഗിൾ സെക്ഷൻ നമ്മൾ ISA എന്നാണ് അതിൻ്റെ സീരീസ് നെയിമായിട്ട് പറയുക, ISA. പക്ഷേ അത് 2 ടൈപ്പിൽ ISA, പേര് ISA എന്ന് പറയുമെങ്കിലും 2 ടൈപ്പിലുണ്ട്. ഒന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ആംഗിളും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അൺഈക്വൽ ആംഗിളും. രണ്ടിനും നമ്മൾ ISA എന്ന് തന്നെയാണ് നൊട്ടേറ്റ് ചെയ്യുക. അതിൽ ഈക്വൽ ആംഗിളും അൺഈക്വൽ ആംഗിളും എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെസിഗ്നേഷന് വ്യത്യാസമുണ്ട്. ഇവിടെ ഡെസിഗ്നേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും നമുക്ക്. ISA ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ആംഗിൾ ഡിനോട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. ISA സീരീസ് നെയിം എഴുതി 150/150/12 എന്നാണ് കൊടുത്തിട്ടുള്ളത്.
അത് സൂചിപ്പിക്കുന്നത് 150 എന്നുള്ളത് 2 ഫ്ലാഞ്ചുകളുടെ ലെങ്ത് ഓഫ് ഫ്ലാഞ്ച് അല്ലെങ്കിൽ വിഡ്ത്താണ് ഉദ്ദേശിക്കുന്നത്. വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ്. അല്ലെങ്കിൽ ഫ്ലാഞ്ച് എന്ന് പറയാൻ പറ്റില്ല, വിഡ്ത്ത് ഓഫ് ലെഗ്. 2 ലെഗുകളാണ് ഉണ്ടാവുക ഒരു ആംഗിൾ സെക്ഷന്. അതിൽ ലെഗുകളുടെ വിഡ്ത്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ എന്നുള്ള സീരീസ് നെയിമിൻ്റെ കൂടെ വരുന്നത്. 2 വിഡ്ത്തുകൾ വരിക. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ തിക്നെസ് ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ആ മെമ്പർ, അങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക. അപ്പോൾ സീരീസ് നെയിം, പിന്നെ വിഡ്ത്ത് ഓഫ് ലെഗ്സ്, കൂടെ തിക്നെസ് ഓഫ് സെക്ഷൻ, ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ ഡെസിഗ്നേഷനിൽ വരുന്നത്. അപ്പോൾ ഈക്വൽ ആംഗിൾ അൺഈക്വൽ ആംഗിൾ എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ അതിലെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈക്വൽ ആംഗിൾ നോക്കുക, ISA 150/150/12 എന്നാണ് കൊടുത്തുള്ളത്. അൺഈക്വൽ ആംഗിൾ ആണെങ്കിൽ ISA 150/115/12 എന്നാണ്. അപ്പോൾ നോക്കുക, അൺഈക്വൽ ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ലെഗിൻ്റെ വിഡ്ത്ത് എന്തുണ്ടാവും, ലെഗ് വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ലെഗ് എന്ന് പറയുന്നത് സെക്ഷൻ നോക്കുകയാണെങ്കിൽ അത് വ്യത്യാസം ഉണ്ടാവും. അത് ഈക്വൽ ആയിട്ടാണ് കൊടുത്തുള്ളതെന്ന് വെച്ചാൽ അത് ഈക്വൽ സെക്ഷനാണ്. ഈക്വൽ അല്ലെങ്കിൽ അത് അൺഈക്വൽ സെക്ഷനാണ്. ആ താഴത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ 1-2 ഫിഗേഴ്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ആംഗിൾസിനെയാണ് കാണിക്കുന്നത്. അടുത്ത 2 ഫിഗേഴ്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അൺഈക്വൽ ആംഗിൾസിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾസ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ആംഗിൾ ആൻഡ് അൺഈക്വൽ ആംഗിൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്, അതിൻ്റെ ഡെസിഗ്നേഷൻ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ആംഗിൾ സെക്ഷൻസ് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ വലിയ ഇലക്ട്രിക് ടവേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതിലൊക്കെ ആംഗിൾ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയുള്ളതെന്ന് മനസ്സിലാക്കാം നമുക്ക്. ഈ T സെക്ഷൻസാണ്. ജസ്റ്റ് ഈ പേരുകൾ, T സെക്ഷൻ്റെയും പേരുകളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ചാനൽ സെക്ഷനും ബീം സെക്ഷനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. T സെക്ഷൻ അതേമാതിരി പേരുകളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നാമത്തെ ISNT ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നോർമൽ T ബാർസ്. അടുത്ത ISHT, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ഫ്ലാഞ്ച്ഡ് T ബാർസ്. ISSLT, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ലെഗ്ഡ് T ബാർസ്. അടുത്ത ISLT, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് T ബാർസ്. അടുത്ത ISJT, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ T ബാർസ്. T ബാർസ് എന്നോ അല്ലെങ്കിൽ T ബീംസ് എന്നൊക്കെ അതിനെ നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ സീരീസ് നെയിംസ് എന്ന് മനസ്സിലാക്കുക. ഇത് ബീംസൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക. ജസ്റ്റ് റൈറ്റ് സൈഡിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലാഞ്ച്, വെബ്, അതിൽ ഫില്ലറ്റ്, വിഡ്ത്ത്, ഡെപ്ത്ത് എന്നുള്ള സാധനങ്ങളെല്ലാം അതിൽ മാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. ഇനി ബാക്കി വരുന്ന കുറച്ച് സെക്ഷൻസ് സ്റ്റീൽ ബാർസാണ്. അത് ബാർസിൻ്റെ ഡെസിഗ്നേഷൻ വരികയാണെങ്കിൽ, സീരീസ് നെയിംസ് വരികയാണെങ്കിൽ ISRO എന്നും ISSQ എന്നുള്ള 2 ടൈപ്പിലാണ് സ്റ്റീൽ ബാർസ് ഡെസിഗ്നേറ്റ് ചെയ്യുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റൗണ്ട് ബാർസ്, അതേമാതിരി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ക്വയർ ബാർസ്, ഇങ്ങനെ 2 ടൈപ്പിലാണ് സ്റ്റീൽ ബാർസ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാറുള്ള അതിൻ്റെ സീരീസ് നെയിംസ് കൊടുത്തുള്ളത്. അതേമാതിരി സ്റ്റീൽ ട്യൂബ്സ്, സ്റ്റീൽ പ്ലേറ്റ് എന്നിങ്ങനെയുള്ള സാധനങ്ങളും എന്താണ് നമ്മുടെ സ്ട്രക്ചറൽ മെമ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ സെക്ഷൻസിൽ കാറ്റഗറിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് സ്റ്റീൽ സെക്ഷൻസാണ് നോക്കിയത്. അതിൽ എങ്ങനെ അതിൻ്റെ ഡെസിഗ്നേഷൻ കൊടുക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീം സെക്ഷൻ, ചാനൽ സെക്ഷനെല്ലാം നമുക്ക് ഡിസൈന് വേണ്ട സാധനങ്ങളാണ്. ഇതിൻ്റെ ഡാറ്റാസ്, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ നമുക്ക് കിട്ടുക സ്റ്റീൽ ടേബിളിൽ നിന്നാണ് നമ്മൾ കിട്ടുക എന്നുള്ളതും ഇന്നത്തെ ഇതിൽ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.